ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ രുചികരമായിട്ട് തയ്യാറാക്കിയെടുത്തിട്ടുള്ളൊരു ബീഫ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇത് തയ്യാറാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗവിൽ ഒരു കുക്കർ ഒന്ന് വെച്ച് കൊടുത്തിട്ട് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ വെച്ച് ചൂടായി വന്നപ്പോഴത്തേക്കും 1/2 ടീസ്പൂണ് ഉലുവ ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 സവാള കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ സവാളൊക്കെ പെട്ടെന്ന് തന്നെ ഒന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടി നമുക്ക് 1 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇത് മൂക്കാത്ത ഇഞ്ചി ആയതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ എടുത്തത്. അല്ലെങ്കിൽ അത്യാവശ്യം വലിയൊരു കഷ്ണം ഇഞ്ചിയും 2 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി 2 പച്ചമുളകും കൂടി നല്ല രീതിയിൽ തന്നെ ഇതൊരു പേസ്റ്റ് രൂപത്തിലായിട്ടൊന്ന് അടിച്ചെടുക്കണേ. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ സവാള പെട്ടെന്ന് തന്നെ നമുക്ക് വഴന്ന് കിട്ടിക്കോളും. ഇപ്പോൾ കണ്ടില്ലേ, സവാളൊക്കെ പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇടയ്ക്ക് ഇതൊന്ന് മിക്സ് ചെയ്തും കൂടി കൊടുക്കണേ. ഇനി നമുക്കിതിലേക്ക് കുറച്ചധികം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇതായിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണ് മുളക് പൊടി, ഇതിപ്പോൾ എരിവുള്ള മുളക് പൊടിയാണ്. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി. കാശ്മീരി മുളക് പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ അളവിൽ സാധാ മുളക് പൊടി തന്നെ ചേർത്ത് കൊടുത്താൽ മതിയേ. ഒരു 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് പെരിഞ്ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂണ് ഗരം മസാല, പിന്നെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി. ഇത്രയും പൊടികളാണ് കേട്ടോ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ പൊടിയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൽ നമുക്ക് കുറച്ചും കൂടി ഒരു വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എണ്ണ കൂടുതലായിട്ടുണ്ടെങ്കിലാണ് ഈ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന പൊടിയൊക്കെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇതേപോലെ പൊടികൾ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 തക്കാളി കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്തും കൂടി കൊടുക്കണേ. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, തക്കാളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്കിതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. അത് ഫുള്ളായിട്ട് അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ഗ്രേവി എത്രത്തോളം ആവശ്യമായിട്ടുണ്ടോ ആ രീതിയിലുള്ള വെള്ളം ചേർത്ത് കൊടുക്കണേ. ഇപ്പം നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടില്ല. ഈ ടൈമിൽ ചൂടുവെള്ളം വേണേൽ ചേർത്ത് കൊടുക്കാൻ. ഞാൻ ആദ്യം കുറച്ച് വെള്ളമൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി വെള്ളമൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് വെള്ളമാണ് മൊത്തത്തിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നമുക്കിപ്പോൾ നല്ലൊരു ചാറോട് കൂടിയുള്ളൊരു കറിയാണ് വേണ്ടതെങ്കിൽ കുറച്ച് വെള്ളം കൂടുതൽ ചേർത്ത് കൊടുക്കുക. പിന്നെ കുഴമ്പ് രൂപത്തിലുള്ള കറിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ചേർക്കുക. ഇനി 1 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യുക. കുറച്ചും കൂടി വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5-6 വിസിലടിപ്പിച്ചെടുക്കുക. അത് നമ്മുടെ ഓരോരുത്തരുടെയും കുക്കറിൻ്റെയും ബീഫിൻ്റെയൊക്കെ അനുസരിച്ച് വിസിലടിച്ചെടുക്കുക കേട്ടോ. ഒരു 6 വിസിലടിച്ചതിന് ശേഷം ഞാൻ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് കുക്കറിൻ്റെ ആ ഒരു എയറൊക്കെ പോയതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കുന്നതാണ്. നമ്മുടെ ബീഫ് ഇവിടെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തും കൂടി നോക്കാം. കണ്ടില്ല, അത്യാവശ്യം ചാറോട് കൂടിയുള്ള നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്കിതിൻ്റെ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാവേ. ഒരല്പം ഉപ്പ് കുറവാണ് കേട്ടോ. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനിതിന് മുകളിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് തുള്ളി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ളൊരു ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കറിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ. അതിൻ്റെ കൂടെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും കൂടി ചെയ്യാം കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ഫ്രണ്ട്സ്. ഇനിയിപ്പോൾ നമുക്ക് വ്യത്യസ്തവും രുചികരവുമായിട്ടുള്ള പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.